warm welcome everyone to this auspicious day where we celebrate the feast of our patroness, Saint Teresa of Avila. Amidst all the tensions of the pandemic, we are still here together celebrating our Theresian Day. I know it's a different style this time. Yes, we are distant from each other physically, but emotionally and technologically, we are still connected. What can be a better start than the message from our beloved principal, Sister Neelima CSSD? Let's hear her. I welcome you, Sister. Let nothing trouble thee. Let nothing disturb thee. All things pass away. God alone suffices. Honorable Chief Guest of the Day, our former school leader, Priya Soli, my dearest sisters, teachers, and Theresians, today is an auspicious day as we celebrate the feast of our patron saint, Saint Teresa of Avila. The world remembers Mother Teresa as a master of prayer and a great woman mystic. Among the women, she was the first to be declared as Doctor of the Church. Mother Teresa had charm and beauty. She was literary genius of high order. With her humor, tenderness, courage, and resourcefulness of a soldier, she gained the hearts of us all. As our institution is named after Mother Teresa, let us imbibe Mother's spirit of prayer and courage and be her worthy daughters, building up a better world and a better place for all the people to live. I take this opportunity to welcome our first year +1 batch students to our Theresian family. Hearty welcome, dear children. Wish you all a very wonderful day. Thank you. Thank you, Sister, for your enlightening words. Now it's time to meet the guests of the day, starting with a member of our own family. Sangeeta Shrikant is a well-known playback singer. It's a privilege to have you here, ma'am. I welcome you. സെൻറ്റ് തെരേസാസിലെ എൻ്റെ എല്ലാ അനിയത്തിമാർക്കും ടീച്ചേഴ്സിനും അവിടുത്തെ എല്ലാ നോൺ ടീച്ചിങ് സ്റ്റാഫ്സിനും ഒക്കെ എൻ്റെ ഒരു വലിയ നമസ്കാരം. ഞാനും വളരെ അഭിമാനത്തോടു കൂടി പറയട്ടെ, ഞാനും ഒരു എക്സ് തെരേസ്യൻ ആണ്. 2002 പാസ് ഔട്ടായ ബാച്ചാണ് ഞാൻ. ഇപ്പോൾ നീണ്ട 15 വർഷത്തിലധികമായി ഞാൻ അവിടുന്ന് പാസ് ഔട്ടായിട്ട്. എന്നിരുന്നാലും എൻ്റെ ലൈഫിലെ തന്നെ ഏറ്റവും കളർഫുള്ളായിട്ടുള്ള ദിവസങ്ങളായിരുന്നു ആ നാളുകൾ, +2 കാലഘട്ടം. എനിക്കറിയാം, ഇപ്പോൾ അവിടുന്ന് പഠിച്ചിറങ്ങിയ എല്ലാവരും തന്നെ, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും തന്നെ ഇതേ ഒരു അഭിപ്രായം, ഇതേ ഒരു കാര്യം തന്നെ ആയിരിക്കും പറയാനുണ്ടാവുക എന്നെനിക്ക് നന്നായിട്ട് അറിയാം. അത്രയ്ക്ക് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലൊരു
ഇൻസ്പിറേഷൻ ആണ് നമ്മുടെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ആ നാളുകളൊക്കെ. പിന്നിട്ട് ഇത്രയും നാൾ പിന്നിട്ട വഴികളിലും ഞാൻ ഇപ്പോൾ പ്രവർത്തിക്കുന്ന മേഖല സംഗീതമാണ്, പ്ലേബാക്ക് സിംഗിങ് ആണ് പ്രൊഫഷനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു ജോലിയിലേക്ക് എന്നെ പരുവപ്പെടുത്താനും ഒക്കെ നമ്മുടെ സ്കൂള് പ്ലസ് ടു കാലഘട്ടം എന്നെ ഒരുപാട് ഒരു വലിയ റോള് തന്നെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു സമയത്ത് തന്നെ ഞാൻ എൻ്റെ ജോലി ഓൾമോസ്റ്റ് തിരഞ്ഞെടുത്ത് കഴിഞ്ഞിരുന്നു. അപ്പോൾ ആ സമയത്ത് വേണ്ട പ്രോത്സാഹനവും എല്ലാ സപ്പോർട്ടും നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ എനിക്ക് കിട്ടിയിരുന്നു. അപ്പോൾ വളരെ ലക്കി ആയിട്ടുള്ളൊരു അധ്യയന ജീവിതമാണ് എനിക്ക് അന്ന് കിട്ടിയിരുന്നത്. അതെല്ലാം മാനേജ്മെൻറ്റിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും ഒക്കെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇപ്പോൾ എനിക്കറിയാൻ പറ്റി തെരേസ്യൻ വീക്ക് നടക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ദിവസങ്ങളിലേക്ക് ഞാൻ വീണ്ടും തിരിച്ചു പോവാണ്. പെട്ടെന്ന് ബിനു മിസ് വിളിച്ചിട്ട് തന്നെ ഇത് പറഞ്ഞപ്പോൾ. അപ്പോൾ അതിന് എല്ലാ ആശംസകളും എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ നേരെയാണ്. ഇപ്പോൾ ഈ കോവിഡൊക്കെ ആയതുകൊണ്ട് നമുക്ക് നേരിട്ടോ ഒന്നും അവിടെ സന്നിഹിതരാവാൻ പറ്റാത്തൊരവസ്ഥയാണ്, എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഓൺലൈൻ ആയിട്ടാണ് ഈ വർഷം ഇത് നടത്തപ്പെടുന്നത് എന്നൊക്കെ അറിയാൻ പറ്റി. അപ്പോൾ എല്ലാവിധ ആശംസകളും എല്ലാവർക്കും. പിന്നെന്താ, എൻ്റെ അടുത്തൊരു പാട്ട് പാടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ സിനിമയിൽ പാടിയൊരു പാട്ട് ഞാൻ പാടാം. പാറി പറക്കും കിളി ഇരുചിറകറിയാതെ മലനിരകളിൽ മുകിലലകളിൽ ചേക്കേറുവാൻ അതിരലിയുകയായി മിഴിവിടരുകയായി ആകാശമേ അമ്മയെ പോലെ നെറുകയിൽ നുകരൂ മേലെ പാറി പറക്കൂ കിളി ഇരുചിറകറിയാതെ. Once again, thank you so much. Thank you, ma'am, for sharing your experiences with us. The next personality we have here is an anchor, a playback singer, an actor, and an RJ. Introducing Arjun Gopal. I welcome you, sir. Hello, hi, this is me Arjun Gopal. First of all, a big hi to all the Theresians. ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ കേട്ടിട്ടുണ്ട് തെരേസാസിലെ അവിടുത്തെ കുട്ടികളുടെ ഏറ്റവും വലിയൊരു അവർ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ദിവസമാണ് ഈ തെരേസ്യൻ ഡേ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അടിച്ച് പൊളിച്ച് ആർമാതിച്ച് ആഘോഷിക്കാനുള്ള ഒരു ദിവസമാണ്. പക്ഷേ ഇത്തവണ അത് വന്നപ്പോൾ കൊറോണയുടെ ഇടയിലായി പോയി. എന്നാലും നിങ്ങൾ സ്പിരിറ്റ് കളയാതെ നിങ്ങൾ വെർച്വൽ റിയാലിറ്റി കൂടെ ഈ പറയുന്ന തെരേസ്യൻ ഡേ ആഘോഷിക്കുന്നു എന്ന് അറിഞ്ഞാൽ തന്നെ വളരെയധികം സന്തോഷം. നിങ്ങൾ ആ ഒരു സ്പിരിറ്റ് കീപ്പപ്പ് ചെയ്തതിൽ അത് ചെയ്യാൻ മുൻകൈ എടുത്ത എല്ലാവർക്കും ഞാൻ എൻ്റെ അഭിനന്ദനം അറിയിക്കുകയാണ്. ആൻഡ് ഈ ഒരു ദിവസം നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുക. ഏത് രീതിയിലായാലും, ഈവൻ വെർച്വലി ആയാലും അതിൻ്റെ പീക്കിൽ നിങ്ങൾ എൻജോയ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ. Thank you, sir, for the wonderful words. Now I invite Sister Neelima to announce the results of the competitions that were held in the offline mode. Hello, my dear students. Good evening. നിങ്ങൾ കാത്തിരിക്കുന്ന നിമിഷം, നമ്മുടെ കോമ്പറ്റീഷന്റെ റിസൾട്ട്സ് അറിയണ്ടേ? എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. ഇതിന്റെ പുറകില് ടീച്ചേഴ്സ് നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ ഡോക്യുമെന്റേഷൻ കണ്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയി. എന്ത് മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്റെ കോൺവെന്റിലെ സിസ്റ്റേഴ്സിനെ കൊണ്ട് ജഡ്ജ് ചെയ്യിപ്പിക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. എങ്കിലും അത്രയും നന്നായി ചെയ്തതുകൊണ്ട് ഞാൻ ഔട്ട്സൈഡേഴ്സിന് കൊടുത്താണ് ജഡ്ജ്മെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. അമത്രേസ്യയെ കുറിച്ച് തറോ സ്റ്റഡി നടത്തിയിട്ടാണ് നിങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്റെ മക്കള് അമത്രേസ്യ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നു. ഡോക്യുമെന്റേഷൻ ഫസ്റ്റ് പ്രൈസ് 2 പേർക്കായിട്ടാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. സയൻസ് കമ്പ്യൂട്ടർ ആൻഡ് കോമേഴ്സ് കമ്പ്യൂട്ടർ.
documentation, second prize, humanities and science biology 1B. Third prize, science bio 1A and commerce maths. Congratulations, my dear students, for the beautiful documentation. You have really taken pain and trouble to study the life of Holy Mother Saint Teresa. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇനി സ്പീച്ചിന്റെ റിസൾട്ട് കേൾക്കണ്ടേ? ആരാണ് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത്? ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു Merin Mary Das, Commerce Computer. Second prize രണ്ട് പേർക്കായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ദേവിക രാജേഷ്, സയൻസ് 1A, ഭവ്യ ജോസ്മോൻ, ഹ്യൂമാനിറ്റീസ്. Third prize goes to Harichandana, Science 1B. Congratulations to all the prize winners. എല്ലാവരും നന്നായിട്ട് ചെയ്തു. ഇതും പുറത്ത് ടീച്ചേഴ്സാണ് ജഡ്ജ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ 4 പേരെയാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഇനി പോസ്റ്റഡ് ഡിസൈൻ അതും വളരെ മനോഹരമായിട്ടുണ്ട്. നമുക്ക് 3 സമ്മാനമേ ഉള്ളൂ. തേർഡ് പ്രൈസും ഷെയർ ചെയ്ത് 2 പേർക്ക് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു സയൻസ് ബയോ 1B. സെക്കൻഡ് പ്രൈസ് കോമേഴ്സ് മാത്സിലെ ഷാമീൻ ജെ മരിയക്കാണ് കിട്ടിയിരിക്കുന്നത്. തേർഡ് പ്രൈസ് ഷെയർ ചെയ്തിരിക്കുന്നത് കോമേഴ്സ് കമ്പ്യൂട്ടറിലെ എഫ്രൈൻ ഷക്കീർ ആൻഡ് സയൻസ് ബയോ 1A മേരി റൂത്ത് ആന്റണിയുമാണ്. Hearty congratulations to all. നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും നിങ്ങൾക്ക് വേണ്ടി എല്ലാ സഹായം ചെയ്തു തരുന്ന ടീച്ചേഴ്സിനെയും ഞാൻ അനുമോദിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. Thank you, sister. All must be excited to know who the prize winners are. So why not see their work instead? So let's see. हमरी से परनीत आ जाओ ना तो सही, ऐसी मन की है सच्ची तुम हो सितारों की परे हुई गलती, सॉरी हमने गाया तुम क्यों सुनी, किसकी मर्जी जो थे. നമസ്കാരം. ധാർമ്മികമായും ആത്മീയമായും ലോകം വലിയ വെല്ലുവിളിയുടെ ഇരുണ്ട കാലഘട്ടത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ ചരിത്രത്തിലേക്ക് കടന്നു വരുന്നത്. മാറ്റത്തിന്റെ ശബ്ദമായിരുന്നു ധീരയായ ആ വനിത. ലോകം മുഴുവൻ എതിർത്ത് പറഞ്ഞപ്പോഴും താൻ വിശ്വസിക്കുന്ന, താൻ മനസ്സിലാക്കിയ സത്യത്തെ മുറുകെ പിടിക്കുവാനും ആ സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാനും പ്രവർത്തിക്കാനുമെല്ലാം അമ്മ എന്നും പ്രതിജ്ഞാബദ്ധമായിരുന്നു. ജീവിതത്തിൽ വെല്ലുവിളിയുടെ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന ഏതൊരു മനുഷ്യന്റെ മുമ്പിലും തുറന്നു വയ്ക്കാവുന്ന പാഠപുസ്തകമാണ് ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ ജീവിതം. പ്രതിസന്ധിയുടെ കൊടുങ്കാറ്റുകൾ അമ്മയുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചപ്പോഴും അമ്മയുടെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചതും ലക്ഷ്യത്തിലെത്തിച്ചതുമെല്ലാം 2 മൂലഘടകങ്ങളായിരുന്നു. അവ ദൈവസ്നേഹവും പരസ്നേഹവുമായിരുന്നു. ദൈവവിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ടുള്ളതായിരുന്നു അമ്മയുടെ ഓരോ പ്രവർത്തനങ്ങളും.
ദൈവത്തിൽ നിന്ന് എന്ന് പൂർണ്ണ ബോധ്യമുള്ള ഒന്നും അമ്മ ചെയ്യാതിരുന്നിട്ടില്ല. ഇതുതന്നെയാണ് ജീവിതത്തിൽ ഏതൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും എനിക്ക് ലഭിക്കുന്ന അമ്മയുടെ ജീവിതത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ പാഠവും. ദൈവത്തിൽ നിന്നുള്ളതെങ്കിൽ അത് ചെയ്യാൻ മടിക്കേണ്ടതില്ലെന്നും ദൈവത്തിനെതിരായിട്ടുള്ളതാണെങ്കിൽ, സഹോദര സ്നേഹത്തിനെതിരായിട്ടുള്ളതാണെങ്കിൽ അതൊരിക്കലും ചെയ്യരുതെന്നുമുള്ള തത്വമാണ് അമ്മയുടെ ജീവിതം നമുക്ക് വരച്ചു കാട്ടിത്തരുന്നത്. ആത്മവിശ്വാസം അമ്മയ്ക്ക് പകർന്നു കിട്ടിയത് ദൈവവിശ്വാസത്തിൽ നിന്നായിരുന്നു. ആ ആത്മവിശ്വാസം വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ എന്നും അമ്മയെ പ്രചോദിപ്പിച്ചുകൊണ്ടിരുന്നു. ജ്ഞാനത്തിന്റെ നിറകുടമായിരുന്നു അമ്മ. അഗാധമായ ജ്ഞാനമുള്ളപ്പോഴും എളിമയിൽ അമ്മ എന്നും വളർന്നു വന്നിരുന്നു. ഇത് ഏതൊരു മനുഷ്യന്റെയും ജീവിത വിജയത്തിന് മുതൽക്കൂട്ടാകുന്ന ഏറ്റവും വലിയ പ്രാപഞ്ച സത്യവുമാണ്. അതെ, നീ എത്രമാത്രം ഉന്നതനാകുന്നുവോ അത്രമാത്രം വിനീതനാകുക എന്ന ദൈവവചനത്തെ സാധൂകരിക്കുന്നതായിരുന്നു അമ്മയുടെ ജീവിതം. എൻ്റെ ജീവിതത്തിലും ഇത് എനിക്ക് ഏറ്റവും വലിയ പാഠവുമായി നിലകൊള്ളുകയാണ്. അതെ, ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും അവന്റെ ജീവിതത്തിൽ ഉന്നതിയിൽ എത്തിക്കുവാൻ, അഹങ്കാരത്തിൽ വീഴാതിരിക്കുവാൻ അമ്മയുടെ ജീവിതത്തിലെ ഈ എളിമയെന്ന പുണ്യം ഏവർക്കും പ്രചോദനാത്മകം തന്നെയാണ്. ആരെല്ലാം എതിർത്ത് പറഞ്ഞാലും സത്യത്തെ മുൻകൈ പിടിക്കുന്ന അമ്മയുടെ മനസ്ഥിതി ധീരം തന്നെയാണ്. ഈ ധീരതയാണ് ഏതൊരു തെരേസ്യനും മാതൃകയാക്കേണ്ടതെന്ന് അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ സാധിക്കും. എവിടെ നടപ്പെടുന്നുവോ അവിടെ പുഷ്പിക്കുക എന്ന ഏറ്റവും വലിയ ഉത്ബോധനം അമ്മയിൽ നിന്നാണ് നമുക്ക് ലഭിച്ചത്. അതെ, എവിടെയായിരുന്നാലും ദൈവപരിപാലനയിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവിടെയെല്ലാം സുഗന്ധം പരത്തണം എന്ന ഏറ്റവും വലിയ പ്രചോദനാത്മകമായ സന്ദേശം അമ്മ നമുക്ക് പകർന്നു തന്നു. ഇതുതന്നെയാണ് ഒരു മനുഷ്യ ജീവിതം സാർത്ഥകമാക്കാൻ നമുക്ക് ഏവർക്കും ആവശ്യമായിട്ടുള്ളത്. അമ്മയുടെ ജീവിതം പകർന്നു നൽകുന്ന ഈ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഏവർക്കും ജീവിക്കാം എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യരെ, സൃഷ്ടാവിന്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് അവിടുത്തെ കൽപ്പനകൾ തന്റെ ഹൃദയത്തിലും ആലേഖനം ചെയ്ത് ആ വഴിയിലൂടെ മാത്രം ചരിച്ച് പരമപരിശുദ്ധനായ ഈശ്വരന് പ്രീതി ഉളവാക്കത്തക്ക വിധം പരിശുദ്ധിയുടെ പരിമളം പാരാകെ പരത്തിക്കൊണ്ട് വിരാജിക്കുകയും ചെയ്ത സെന്റ് തെരേസാസ് കുടുംബത്തിന്റെ സ്ഥാപകയായ വിശുദ്ധ അമ്മ ത്രേസ്യ. വേദപാരംഗതയായ അമ്മ ത്രേസ്യയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മുള്ളുകൾക്കിടയിൽ നിന്നും കിരീടം ധരിച്ച് ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്ന മനോഹരമായ ഒരു റോസാപ്പൂവിനെ ഞാൻ ഓർക്കുന്നു. ഏതൊരു പ്രതിസന്ധിയിലും തളരാത്ത അമ്മ. കുട്ടിക്കാലം മുതൽക്ക് തന്നെ ത്രേസ്യ പുണ്യവതി പരിശുദ്ധ മാതാവിനോടുള്ള ഭക്തിയിൽ വളർന്നു വന്നു. വാചിക പ്രാർത്ഥനയിൽ നിന്നും ധ്യാന ജീവിതത്തിലേക്കും തുടർന്ന് പ്രാർത്ഥനയിലൂടെ സന്തോഷം സ്വീകരിച്ചു അമ്മ തന്റെ ജീവിതം കൂടുതൽ മഹത്തരമാക്കി. ബലഹീനരായ മക്കളെ ശക്തിപ്പെടുത്തുകയാണ് സഹനങ്ങൾ ഏറ്റെടുക്കുക വഴി ദൈവം പ്രദാനം ചെയ്യുന്നത്. അമ്മയെ ഏറ്റവും കൂടുതൽ തളർത്തിയത് അപവാദങ്ങളാണ്. കോൺവെന്റ് സ്ഥാപിക്കുമ്പോഴും തനിക്ക് പരിചയമുള്ളവരും അല്ലാത്തവരും തളർത്തുന്ന അനുഭവം. രോഗം കഠിന വേദന നൽകുന്നു. മാനസികമായും ശാരീരികമായും നമ്മെ തളർത്തുന്നു. അമ്മയും കഠിന വേദനയിലൂടെ കടന്നുപോയി. അവ ആത്മാവിനെ ആന്തരികമായും ബാഹ്യമായും ബാധിക്കുന്നു. ഇതിലും ഭേദം രക്തസാക്ഷിത്വം എന്ന് ചിന്തിച്ചു അമ്മ. ഈശ്വരവചനങ്ങൾക്ക് കാതോർത്തിരിക്കെ കഷ്ടപ്പാട് സഹിച്ചാലേ ദൈവത്തിന് മുൻപിൽ നീതി പുലർത്താനാകൂ എന്ന സത്യത്തിന് മുൻപിൽ ജീവിതം ജീവന്റെ വിലയാക്കി മാറ്റി വിശുദ്ധിയുടെ മകുടമണിഞ്ഞു. എന്റെ അലച്ചിലുകൾ അവിടെ എണ്ണിയിട്ടുണ്ട്. എന്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. സങ്കീർത്തനങ്ങൾ 56:8. നമുക്കും ഓർക്കാം, ധ്യാനിക്കാം, വിശുദ്ധിയിൽ മുന്നേറാം. നമ്മുടെ ജീവിതമാകുന്ന തോണിയിൽ സഞ്ചരിക്കുമ്പോഴും ഏകാന്തതയുടെ രോഗപീഠകളുടെ നിമിഷങ്ങളിൽ ദൈവത്തിന്റെ കാരുണ്യത്തിൽ ആശ്രയിക്കാനാണ് അമ്മ നമ്മെ പഠിപ്പിക്കുന്നത്. തന്നിൽ ആശ്രയിക്കുന്നവനെ ദൈവം ഒരിക്കലും കൈവിടുകയില്ല. സഹനങ്ങൾ ലഭിക്കാൻ വേണ്ടി അമ്മയെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം. ഒന്നുകിൽ സഹിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന അമ്മയുടെ ആഹ്വാനം നമ്മുടെ ജീവിതത്തിലും നാഴികക്കല്ലാകണം. ഒരു ദിനം ഒരു പുണ്യപ്രവർത്തിയെങ്കിലും ചെയ്യാതെ ഉറങ്ങരുത്. സഹനങ്ങളെ സന്തോഷത്തോടെ ഏറ്റെടുക്കണം. സഹന സമര ജീവിതത്തിൽ വിജയഗാഥ പറത്തിയിടാം. വിശുദ്ധിതൻ പടവുകൾ കയറിയിടാം നമുക്ക്. തകർച്ചയുടെ മുൻപിൽ പതറാതെ നമുക്ക് ചുറ്റും നിൽക്കുന്നവർക്ക് ശാന്തി പകരുന്ന കുളിരായി മാറണം അവരുടെ മാനസങ്ങളിൽ. കയ്പും മധുരവും ഒന്നിച്ചു നുണയുമ്പോൾ കയ്പിനെ മധുരമാക്കി മാറ്റണം. അപ്പോൾ ജീവിതം ധന്യമായി സ്വർഗമായി. അങ്ങനെ വെയിലേറ്റവന് തണലേകാൻ, ദാഹിക്കുന്നവന് ജലമേകാൻ നമുക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.
ബഹുമാനിയായ പ്രിൻസിപ്പൽ സിസ്റ്റർ നീലിമ, അധ്യാപകരെ, അനധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്പെയിനിലെ കാസൽ പ്രദേശത്ത് ജനിച്ച ത്രേസ്യ ഇന്ന് നമുക്ക് മാർഗദർശിയാണ്. ആ പുണ്യാത്മാവിൻ്റെ നാമധേയത്തിലുള്ള നമ്മുടെ വിദ്യാലയത്തിൻ്റെയും ഇവിടുത്തെ ഓരോ വിദ്യാർത്ഥിനികളുടെയും ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും പ്രചോദനവുമായി അമ്മ ത്രേസ്യ നമ്മുടെ കൂടെയുണ്ട്. ബാല്യത്തിലെ ദൈവത്തെ കാണാനുള്ള തീക്ഷ്ണമായ ആഗ്രഹം മനസ്സിൽ നിറച്ച് രക്തസാക്ഷിയായി മരിക്കാനൊരുങ്ങിയതും വീട്ടിലെ തോട്ടത്തിൽ ഒരു പർണശാലയൊരുക്കി അവിടെ താപസ ജീവിതം നയിക്കാൻ ശ്രമിച്ചതുമെല്ലാം അമ്മ ത്രേസ്യയുടെ മനസ്സിലുണ്ടായിരുന്ന ദൈവഭക്തിയുടെ ഗാഢത നമുക്ക് മനസ്സിലാക്കി തരുന്നു. കൗമാരത്തിന്റെ പല പ്രലോഭനങ്ങളിൽപ്പെട്ട ത്രേസ്യയെ പിതാവ് ആവിലായിലെ അഗസ്തീനിയൻ സന്യാസിനിമാരുടെ ആശ്രമത്തിലേക്ക് അയച്ചു. ഭൗതിക ലോകത്തെ നശ്വരമായ സുഖ സൗകര്യങ്ങളിൽ മുഴുകാതെ നന്മ നിറഞ്ഞ ആത്മീയ ജീവിതം നയിക്കുന്നതിലുള്ള സൗന്ദര്യം അമ്മ ത്രേസ്യ പുതുതലമുറയ്ക്ക് കാണിച്ചു തരുന്നു. പ്രാർത്ഥനാ ജീവിതവും ഭക്തികൃത്യങ്ങളിലുള്ള സന്തോഷവും തിരിച്ചു കിട്ടിയ ത്രേസ്യയെ മാരകമായ അസുഖം ബാധിക്കുകയും പിന്നീട് അത് ഭേദപ്പെടുകയും ചെയ്തു. സന്യാസ ജീവിതം മനസ്സിൽ മന്ദീഭവിച്ച് കിടന്നിരുന്ന നന്മകളെയും സദ്ഗുണങ്ങളെയും ഉണർത്തി. ധ്യാനങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും മനസ്സിന് ധൈര്യവും സമാധാനവും കൈവരിച്ചു. യേശുനാഥൻ ദർശനങ്ങളാലും വെളിപാടുകളാലും അവളെ അനുഗ്രഹിച്ചു. ദൈവവിജ്ഞാനീയത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും പ്രകാശിപ്പിക്കുന്ന കൃതികൾ ത്രേസ്യ രചിച്ചു. സ്വയം കൃത ചരിതം, സുകൃത സരണി, ആഭ്യന്തര ഹർമ്മ്യം എന്നിവ ഉയർന്ന പ്രാർത്ഥനയെപ്പറ്റി പ്രതിപാദിക്കുന്ന രചനകളാണ്. വളരെയധികം പ്രത്യേകതകളുള്ള അമ്മ ത്രേസ്യയുടെ വ്യക്തിത്വം നമ്മളെ ഇന്നും ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു. ഒരിക്കലും കൈവടിയാതിരുന്ന പ്രസാദാത്മകത്വവും ശുഭാപ്തി വിശ്വാസവും പ്രായോഗിക ബുദ്ധിയുമെല്ലാം നമുക്ക് വഴികാട്ടിയാകുന്നു. ഒന്നും നിന്റെ സമാധാനം കെടുത്താതിരിക്കട്ടെ, ഒന്നും നിനക്ക് ഞെട്ടലുണ്ടാക്കാതിരിക്കട്ടെ. എല്ലാം കടന്നു പോകുന്നു, ദൈവത്തിന് മാത്രം മാറ്റമില്ല. ഈ വാക്കുകൾ മാത്രം മതി പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ കാരുണ്യം നിറഞ്ഞ ഒരു ജീവിതത്തിനായി നമ്മെ ഉദ്ബോധിപ്പിക്കാൻ. ജീവിതത്തിലെ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തെയും മറികടന്ന് അതിജീവിച്ച് സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പാതയിൽ ജീവിക്കാൻ. അതെ, ഓരോ നിമിഷവും നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുകയും സാന്ത്വനിപ്പിക്കുകയും ചെയ്യുന്ന അമ്മ ത്രേസ്യയുടെ മുന്നിൽ നമ്രശിരസ്കയായിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ബഹുമാന്യരായ അധ്യാപകരെ, എന്റെ പ്രിയ സുഹൃത്തുക്കളെ, പ്രതിസന്ധിയുടെ ഈ കാലഘട്ടത്തിൽ ശക്തിയുടെ കവി എന്നറിയപ്പെടുന്ന ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ 2 വരി കവിത ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കട്ടെ. കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്കു നമ്മൾ. ഞാൻ ഈ വരികൾ ഇവിടെ അവതരിപ്പിക്കാനുള്ള കാരണം എനിക്ക് കിട്ടിയ വിഷയത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്താണ്. നമ്മുടെ വിദ്യാലയത്തിന്റെ രക്ഷാധികാരിയായ അനേകരുടെ മനസ്സിൽ ഇന്നും ജീവിക്കുന്ന ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ എങ്ങനെ പ്രതിസന്ധികളെ തരണം ചെയ്തു എന്ന വിഷയം എനിക്ക് മുൻപിൽ ഉള്ളതുകൊണ്ടാണ്. നമുക്കറിയാം, പ്രതിസന്ധികളില്ലാതെ ജീവിതം പരിപൂർണമാകുന്നില്ല. കണ്ണീരുപ്പ് കലരാത്ത ജീവിത പലഹാരവുമില്ല. പക്ഷേ ആ പ്രതിസന്ധികളെ നാം എങ്ങനെ മറികടക്കുന്നു എന്നതിനെ ആസ്പദമാക്കിയാണ് നമ്മുടെ ജീവിതത്തിന്റെ മഹത്വം കുടികൊള്ളുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ നമുക്ക് മുന്നിൽ ഒരു കെടാവിളക്കായി നിലകൊള്ളുന്നു. ഇങ്ങനെ പറയാൻ കാരണം, അമ്മയുടെ ജീവചരിത്രം പരിശോധിക്കുമ്പോൾ എപ്രകാരമാണ് അമ്മ പ്രതിസന്ധികളെ തരണം ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശുഭാപ്തി വിശ്വാസം, പ്രായോഗിക ബുദ്ധി, ഫലിതബോധം എന്നീ 3 മാനുഷിക മൂല്യങ്ങൾ അമ്മയെ എത്രത്തോളം സഹായിച്ചിട്ടുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാം. സ്ത്രീകളിൽ പൊതുവെ വിരളമായി കാണുന്നു എന്ന് പറയപ്പെടുന്ന ഫലിതാത്മകത അല്ലെങ്കിൽ ഹ്യൂമർ സെൻസ് അമ്മയിൽ വിളങ്ങിയിരുന്നുവെന്നത് നമ്മിൽ അതിശയമുളവാക്കുന്ന കാര്യമാണ്. സിസ്റ്ററിന്റെ ജീവചരിത്രം പരിശോധിക്കുമ്പോൾ ദൈവത്തോട് പോലും തമാശ കലർന്ന സംഭാഷണം നടത്തിയിരുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തതായി അമ്മയിൽ വിളങ്ങിയിരുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഗുണമായിരുന്നു ശുഭാപ്തി വിശ്വാസം. എല്ലാം ശുഭത്തിൽ അവസാനിക്കും എന്ന് വിശ്വസിക്കുന്നവർക്ക് ജീവിതം എത്ര മനോഹരമായിരിക്കും. ആർഷഭാരത സംസ്കാരത്തിൽ പറയുന്നുണ്ടല്ലോ, സംഭവിച്ചതും നല്ലതിന്, സംഭവിക്കുന്നതും നല്ലതിന്, സംഭവിക്കാനിരിക്കുന്നതും നല്ലതിന്.
ഈ ഒരു ഗുണത്തിൽ നിന്നാണ് അമ്മയ്ക്ക് പ്രസാദാത്മകത എന്ന വലിയ മൂല്യം ജീവിതത്തിലുടനീളം പുലർത്താനായത്. മുഖത്ത് പ്രസാദം നിറയ്ക്കുകയും അത് മറ്റുള്ളവരിലേക്ക് പകർത്താൻ സാധിക്കുക എന്നതും എത്ര വലിയ കാര്യമാണ്. പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും പ്രസാദമാക്കി രൂപപ്പെടുത്താൻ അമ്മ നമ്മെ പഠിപ്പിക്കുന്നു. ഇങ്ങനെ ആത്മവിശ്വാസം, സത്യസന്ധത, ലാളിത്യം, ത്യാഗം എന്നീ മാനുഷിക മൂല്യങ്ങൾ നമ്മിൽ ഉണ്ടാവുമ്പോൾ ജീവിതത്തിലെ പ്രതിസന്ധികളെ പുഷ്പതുല്യമായി നേരിടാനും ജീവിതത്തിൽ കൂടുതൽ സന്തോഷം നിറയ്ക്കാനും നമുക്ക് സാധിക്കുന്നു. ഇന്ന് ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് പ്രതിസന്ധിയെയും എങ്ങനെ തരണം ചെയ്യാമെന്ന് അമ്മയുടെ ജീവിതം ഒരു പാഠപുസ്തകമായി നമുക്ക് മുൻപിലുണ്ട്. ഈ മഹാമാരിക്കപ്പുറത്ത് നമ്മെ കാത്തിരിക്കുന്നത് ഒരു വലിയ പറുദീസയാണെന്നുള്ള പ്രതീക്ഷ നമുക്ക് ഉത്തേജനം നൽകട്ടെ. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ശക്തിയോടെ, ആർജവത്തോടെ പ്രയാസങ്ങളെ നേരിടാനും വേദനകളെ കുഴിവെട്ടി മൂടാനും നമുക്ക് സാധിക്കണം. അവിടെ മനുഷ്യൻ യാഥാർത്ഥ മനുഷ്യനായി മാറുന്നു. വിശുദ്ധ അമ്മ ത്രേസ്യയെ മനസ്സുകൊണ്ട് 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. Holy Mother Teresa of Avila has always been remembered in history as a symbol of change and renewal. Mother Teresa was a courageous woman who came forward with courage at a time of darkness in the spiritual and social spheres. The mother's heart was full of divine love, even though it was full of profound wisdom and knowledge. At the height of her spiritual experience, her mother felt that an angel had once come and pierced her with an arrow. Undoubtedly, it was because of the purity of heart. That heart alone was found to be unbroken when the tomb was opened after death, and which later caused many miracles. May we also be inspired by this mother's example of wisdom, humility, charity, and courage. Saint Teresa was born in Avila, Spain in 1515. As a child, Teresa was obsessed with martyrs and saints. One day, when she was 7, she convinced her brother to become a martyr. Her plan was to go to the Moors and ask to be decapitated. They were just outside the town walls when their uncle found and stopped them. As a teen, she secretly enjoyed reading novels of chivalry. When she was 14 years old, Teresa's mother passed away, so she turned to the Virgin Mary as a spiritual mother. Though she was devoted to her faith, the saints, and the Virgin Mother, she was also interested in reading fiction, and her father worried this was making her vain. To help Teresa remain holy, he sent her to the Augustinian nuns at Avila. At the monastery, Teresa became extremely ill, experienced moments of religious ecstasy during her devotionals. Teresa also practiced self-mortification, a common practice during that time. It was during one such occasion she received her first vision of Jesus. She continued to have visions for the next 2 years, which drove her to convert Spanish Jews to Christianity, to found convents, and spent 5 years in prayerful seclusion. Teresa eventually founded a religious order, the Discalced Carmelites. Many Carmelites religious live cloistered of poverty and prayerful contemplation even today. As Teresa approached the end of her life, she expressed happiness that her hour has arrived. My Lord, it is time to move on. Well then, may your will be done. O my Lord and my spouse, the hour that I have longed for has come. It is time to meet one another.
Saint Teresa was beatified at April 24, 1614 and canonized on March 12, 1622. Following her death, her body was exhumed several times, each time smelling sweet, feeling firm, and was unspoiled. Several relics of her body are currently on display at various holy sites around the world. In 1970, she was declared as Doctor of the Church, the first woman in the history of Catholic Church to receive that honor. Saint Teresa of Avila is the patron saint of the religious and the sick, and her feast is celebrated on October 15. Our patroness, Saint Teresa of Avila, our pride and strength. Mother Teresa of Avila. Our patroness, Saint Teresa of Avila, who always stand by us and support us. This is a small dedication to our Mother Teresa by the students of Science Computer. Hello friends, prayer is the easiest way to draw close to God. The most important thing for prayer is peace and tranquility of mind and place. Have you ever been unable to pray peacefully? Does the mind flutter during prayers like a loose kite? Do you want to get out of the situation? Then there is a life you definitely need to know. The life of our Mother Teresa of Avila. So friends, let's take a look at our mother's life. Come on! Saint Teresa of Avila. Birth and place of birth: 28th March 1515, Avila, Crown of Castile, today Spain. Venerated in Catholic Church, Anglican Communion, Lutheranism. Canonized 12th March 1622, Rome, by Pope Gregory XV. Major Shrine: Convent of the Annunciation, Alba de Tormes, Spain. Feast: 15th October. Attributes of our Mother Teresa: contemplative, religious reformer, writer on mental prayer, administrator, mystic, ecstatic. Childhood is the spring in the life of each of us. Everything that we see on those days makes us more curious for life. We also have the habit of wandering towards something that we have never seen before. Like that, our Mother Teresa always wanted to see the God. Our mother has been fascinated by God since childhood. So one day, our Mother Teresa and her little brother set out in search of heaven. Do you know for what? To see the God. So friends, are you ready to see the incident that happened to our mother? Then let's get to it. Hey Rodrigo, do you know it's quite easier for saints and martyrs to enter heaven? It's true, a normal person will have to lead a holy life for years to enter heaven. But for saints and martyrs, it's very easy. Is it true? It's true. Look at the lives of many of the saints. Yeah, what you're saying is correct. Hey, I have an idea. What's it? Do you want to go to heaven? Heaven? Yes, I do. Shh, don't talk so loud. Teresa, stop there. Who's it? Oh my god, it's our uncle. Hey, what are you guys doing up here? We were going to see the Moors, uncle. What? Hello? Are you mad? Come with me, I'll take you home. Oh. Since they weren't able to see the Lord, they built a shrine there so that people can see and feel the Lord's presence there.
Haven't you heard that whatever you want will happen when you desire with a mind full of goodness, love, and innocence? Similarly, the event that our mother had most sincerely wanted since childhood took place. Our mother was fortunate to see the Lord. Let us also witness that great and glorious sight. Here is that holy vision in our imagination. On the first day, Mother Teresa saw the hand of Jesus reaching out to her while she was praying. On the second day, she saw the face of Jesus. On the third day, she saw Jesus as a whole, and she praised the Lord. On 15 October 1582, our Mother Teresa ascended to heaven and joined the Lord. ദൈവനാമത്തിന് സ്തുതി. ഞാൻ സംഗീത എമിലി, സയൻസ് ബയോ 1Bയിലെ വിദ്യാർത്ഥിനിയാണ്. തെരേസ്യൻസായ നമ്മളെല്ലാവരുടെയും ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന നിഷ്കളങ്കമായ 2 ചോദ്യചിഹ്നങ്ങളുണ്ട്. നമ്മളുടെ ഫൗണ്ടറസ് ആരാണ്? നമ്മളുടെ പേട്രൺ ആരാണ്? നമ്മളുടെ ഫൗണ്ടറസ് മദർ തെരേസ ഓഫ് സെയിന്റ് റോസ് ഓഫ് ലിമയും നമ്മളുടെ പേട്രൺ സെയിന്റ് ട്രീസ ഓഫ് ആവിലയുമാണ്. ഈ വീഡിയോ നമ്മളുടെ പേട്രണായ സെയിന്റ് ട്രീസ ഓഫ് ആവിലയെ കുറിച്ചുള്ളതാണ്. നമ്മുടെ വിദ്യാലയത്തിന്റെ പേട്രണാണ് സെയിന്റ് ട്രീസ ഓഫ് ആവില. നവീകൃത കർമ്മലീത്ത സഭയുടെ ആരംഭകയായി അറിയപ്പെടുന്ന ത്രേസ്യ സ്പെയിനിൽ ആവില നഗരത്തിൽ 1515 മാർച്ച് 28 ജനിച്ചു. പിതാവ് അൽഫോൺസ് സാഞ്ചസ് ഒരു കുലീന കുടുംബാംഗമായിരുന്നു. ത്രേസ്യയ്ക്ക് 7 വയസ്സുള്ളപ്പോൾ മുഹമ്മദിയരുടെ കരങ്ങളാൽ രക്തസാക്ഷിത്വം നേടാമെന്ന് കരുതി വീട്ടിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് പുറപ്പെട്ടു. മാർഗമധ്യേ ഇളയച്ചൻ കണ്ട് കാര്യം ഗ്രഹിച്ച് അവളെ തിരിച്ചു കൂട്ടിക്കൊണ്ടുപോന്നു. എനിക്ക് ദൈവത്തെ കാണണം, അതിനു മുമ്പ് മരിക്കേണ്ടതായിട്ടുണ്ടല്ലോ എന്നാണ് അന്ന് അവൾ പറഞ്ഞത്. ത്രേസ്യയ്ക്ക് 12 വയസ്സുള്ളപ്പോൾ അമ്മ അഹൂത മരിച്ചു. ത്രേസ്യയുടെ ജീവിതത്തിൽ ഒരു വ്യതിയാനം വന്നു. വളരെയേറെ കാൽപ്പനിക കഥകൾ അവൾ വായിച്ചുകൂട്ടി. ഒരു അയൽക്കാരിയുടെ പ്രചോദനത്തിൽ ത്രേസ്യ തലമുടി ചുരുട്ടാനും സുരഭില തൈലം പൂശാനും തുടങ്ങി. ഒരു സ്നേഹിതനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഇടയിൽ കൂടി ഒരു പരത്തവള ഇഴഞ്ഞുപോയി. ഇത് കണ്ടപ്പോൾ ത്രേസ്യയ്ക്ക് തോന്നി സർവേശ്വരന് ഈ സ്നേഹം ഇഷ്ടമല്ലെന്ന്. വിശുദ്ധ ജെറോമിന്റെ കുറെ എഴുത്തുകൾ അവൾ വായിച്ചു. പ്രാർത്ഥനയാണ് കൃപാവരത്തിന്റെ വാതിൽ എന്ന് ഗ്രഹിച്ച് 18ാമത്തെ വയസ്സിൽ പിതാവ് എതിർത്തുവെങ്കിലും ത്രേസ്യ കർമ്മലീത്ത മഠത്തിൽ ചേർന്നു. വ്യർത്ഥമായ ഭാഷണങ്ങൾ നിമിത്തം ആരംഭത്തിൽ ആധ്യാത്മിക ജീവിതം ശുഷ്കമായിരുന്നു. 31ാമത്തെ വയസ്സിൽ അവൾ തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ചു. കുരിശിന്റെ വിശുദ്ധ യോഹന്നാനോട് കൂടെ പുരുഷ വിഭാഗവും അവൾ നവീകരിച്ചു. അങ്ങനെ നിഷ്പാദുക കർമ്മലീത്ത സഭ ആരംഭിച്ചു. തന്റെ ജീവിതകാലത്ത് തന്നെ കർമ്മലീത്ത നിഷ്പാദുക കന്യാസ്ത്രീകൾക്കായി 17 മഠവും പുരുഷന്മാർക്കായി 15 ആശ്രമവും അവൾ സ്ഥാപിച്ചു. ത്രേസ്യയെ ഈശോ തന്നെ സ്വർഗത്തിലേക്ക് സ്വീകരിച്ചു. 1970 സെപ്റ്റംബർ 27 സിയന്നായിലെ കത്രീനയ്ക്കൊപ്പം വേദപാരംഗത എന്ന് അവൾ നാമകരണം ചെയ്യപ്പെട്ടു. തിരുസഭയുടെ ഒരു കുഞ്ഞായി മരിക്കുന്നതിൽ ഞാൻ ആനന്ദം കൊള്ളുന്നു എന്നായിരുന്നു ത്രേസ്യയുടെ അവസാനത്തെ വാക്കുകൾ. എൻ്റെ പ്രിയ കുഞ്ഞുമക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ആവിലായിലെ അമ്മ ത്രേസ്യ.
യൗവനത്തിൽ ഞാനും നിങ്ങളെപ്പോലെ പറക്കുന്ന ഒരു പൂമ്പാറ്റയായിരുന്നു. ഞാനും എൻ്റെ മുടി ചുരുട്ടാനും മുഖസൗന്ദര്യം ആസ്വദിക്കാനും ഏറെ തൽപരയായിരുന്നു. എന്നാൽ എൻ്റെ യേശുനാഥൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ ആ ദിവസം മുതൽ ഞാൻ എൻ്റെ കുരിശും ചുമന്നുകൊണ്ട് അവൻ്റെ പിന്നാലെ അനുഗമിച്ചു. എൻ്റെ ആലംബം അവൻ തന്നെയായിരുന്നു. എൻ്റെ ജീവിതം നിങ്ങളുടെ മുൻപിൽ വെച്ചു നീട്ടുന്ന സന്ദേശം എന്തെന്നാൽ, വിശുദ്ധരായില്ലെങ്കിലും മക്കൾ വിശുദ്ധിയിൽ ജീവിക്കണം. സഹിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഈ ലോകത്ത് ഓരോ മനുഷ്യാത്മാവും ജീവിക്കുമ്പോൾ നിർവഹിക്കേണ്ട ഏറ്റവും പരമമായ ധർമ്മം തന്നെ വിശുദ്ധിയിൽ ജീവിക്കുക എന്നത് തന്നെയാണ്. എൻ്റെ പൊന്നുമക്കൾ, നന്നായി പഠിക്കുക, ഉന്നതി പ്രാപിക്കുക, പ്രത്യാശ അസ്തമിച്ചവന് പ്രത്യാശയായി മാറുക, യാചകന് സാന്ത്വനമായി മാറുക. എൻ്റെ കുഞ്ഞുമക്കളെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. Saint Teresa of Avila. Saint Teresa of Avila, also called Saint Teresa of Jesus, was a prominent Spanish mystic, Roman Catholic saint, Carmelite nun, and an author. Through worship, she was a reformer of the Carmelite order and is considered to be a founder of the Descaled Carmelites, along with the John of the Cross. She was educated in an Augustinian convent. Around 1535, she entered the local Carmelite convent of the Incarnation. She was so happy to become the angel and daughter of Jesus Christ. In 1555, after many years marked by serious illness and increasingly vigorous religious exercises, she experienced a profound awakening involving visions of Jesus Christ, hell, angels, and demons. At times, she felt sharp pains that she claimed were caused by the tip of an angel's lance, piercing her heart. Long troubled by the slack discipline into which the Carmelites had relapsed, she devoted herself to the reform of the order through papal intervention in her behalf. She overcame the bitter opposition of her immediate church superiors and in 1562 succeeded in founding the convent of Saint Joseph, the first community of Reformed or Descaled Carmelite nuns. She enforced strict observance of the original severe Carmelite rules at the convent. Her reforms won the approbation of the head of the order, and in 1567 she was authorized to establish similar religious houses for men. Teresa organized a new branch of the old order with the aid of Saint John of the Cross, the Spanish mystic and doctor of the church. Although she was criticized at every step by the powerful church, officials helped to establish 16 foundations for women and 14 for men. 2 years before her death, the Descaled Carmelites received papal recognition as an independent monastic body. Teresa died in Albade Tombs on October the 4th, 1582. Teresa was a magical woman with intelligence, courage, and humor. She was a mystic of extraordinary spiritual depth. She purified
the religious life of Spain, and in a period when Protestant doctrine gained ground elsewhere in Europe, she strengthened the forces that reformed the Roman Catholic Church from within. Teresa's writings, all published posthumously, are valued as unique contributions to mystical and devotional literature and as masterpieces of Spanish prose. Teresa was canonized in 1622. She was proclaimed the Doctor of the Church, the first woman to be so named in 1970. Prayer is an act of love. Words are not needed. Even if sickness distracts from thoughts, all that is needed is the will to love. Saint Teresa de Avila. There are more tears shed over the answered prayers than unanswered prayers. Teresa, she was an ordinary girl with no mythical powers or mighty strengths. But she was one among the few who wished to die for Jesus Christ at her early age, because her ultimate aim was heaven. Teresa was born in a small village called Avila in Spain in 1515. She lived during a time when women were not allowed to pursue any career. Teresa and her brother Rodrigo loved to read books on the lives of saints and martyrs. They set out secretly to the land of saints. As they walked along, they prayed that they might die for Christ. But before they could get far, their uncle found them and take them back. Teresa's mother died when she was only 14. In her grief, she prostrated herself at the foot of Our Lady of Grace. By the time she was 15, she was beautiful, pretty, fond of clothes, jewelry, and perfumes. She had a habit of reading romantic novels. Her elder cousin influenced Teresa, and she was fond of gossip and vanity. This caused her father sleepless nights. His father decided to admit her in an Augustinian convent nearby. This period brought change in Teresa. Teresa slowly recovered her faith in God, and she started thinking about becoming a nun. She decided to join the Carmelite against her father's will. But no longer after her joining, she became very ill. She experienced severe pain and was paralyzed for almost 2 years. But she somehow recovered and made a remarkable progress in her spiritual life. At the age of 39, Teresa began to have vivid experiences of God's love. She continued to have visions for the next 2 years. She determined to devote herself more seriously to prayer and moved to establish a new refined Carmelite community. It became the foundation for the Descaled Carmelites. Her activities were so risky. In fact, she was subjected to investigation by the Inquisition. She was surrounded by many obstacles. She experienced frequent vision in which her heart has been pierced in God's love. Teresa has sired several books to foster the spiritual values in human lives. The Interior Castle, The Way of Perfection, Spiritual Relations, Exclamations on Soul to God, Conception on Love of God are some of her composition. As Teresa approached the end of her life, she expressed happiness that her hour has arrived. My Lord, it is time to move on.
In the year 1582, on October 4, she has given her soul to the hand of God. 40 years after her death, in 1622, she was canonized by Pope Gregory XV. Let nothing disturb thee, nothing dismay thee. All things pass. God never changes. You will be hated by everyone because of my name. Luke chapter 21 verses 17. Teresa responded beautifully to the call she received, and she is with him in heaven as the Teresa of Jesus. As we celebrate October 15 as her feast day, we can ask for her intercession to relieve our world from this pandemic. The life of Saint Teresa of Avila. There are many in Catholic Church who have recognized the call to holiness at a young age, but there are very few people like Saint Teresa of Avila who wanted to die as a martyr with a fervent desire to see God in childhood. Saint Teresa was born in Avila, Spain in 1515, March 28. Teresa was the fifth of 10 children born to Don Alonso and Dona Beatriza. It was Mother Beatra who got her, Teresa, basic training in prayer and devotion to the Holy Mother and angels. Teresa learned the glory of love and mercy from her father, who was especially interested in care of the poor. Her brother Rodrigo was 4 years older than Teresa, who was also a close friend of hers. One day, when she was 7, she convinced her brother to become a martyr. He sent her to the Augustinian nuns at Avila. It was here where she decided to become a nun of the Carmelic order. Shortly after, Teresa was diagnosed with malaria, which she endured for a long period. Her father sent her to her married sister's house for the special treatment. The return trip was later spent at the residence at the monk Don Pedro. The life of Don Pedro evolved the call of God in her. Thus, on November 2, 1553, Teresa left home and joined the Tiruvatra convent in Avila. It was during that period that Jesus bestowed special gift on Teresa. In the course of time, her faith continuously grew until miracles would happen in her often, such as her body would levitate while she was in deep prayers, or she would go into a state of trance. But because of her deep love, understanding for God, she was admired yet judged by many. It was during one such occasion she received her first vision of Jesus. She continued to have vision for the next 2 years. At the age of 43, she left the convent and started her own, the Declared Carmelites. She spent the remainder of her days traveling Spain and setting up new convents along the way. So she established 15 monasteries. Throughout her life, many miracles have occurred with the help of Teresa's prayers. One of them is the Richard of 5-year-old Gonzalo, who died when part of the church building collapsed. Once, while walking through the monastery, Teresa saw a boy coming up and asked for his name. And the boy asked with a smile, "Tell me your name first." Teresa said, "I was Teresa of Jesus." Then the boy replied that he was Jesus of Teresa. Even through overcoming physical ailments and cynicism, she became fully absorbed in her devotion to God. Receiving the Eucharist from the Reverend Antonio, who was the first member of the congregation for the doctrine of the faith, Teresa lay in bed waiting for her last days until October 4, 1582. Teresa's companion, Anna, served the Lord with angels looking at her Teresa and smiling off
That night, on October 4, 1582, at 9 o'clock, Teresa left the world. She was canonized 40 years after her death in 1622 by Pope Gregorius. Several relics of her body are currently on display at various holy sites around the world. Even to this day, Teresa is rewarded as a doctor of prayer. She has inspired many through his writings and teaching. Her feast day is October 15. Congratulations to all the winners and participants. There's also a cultural video that's going to arrive soon. And before we stop here, I would like to show you a glimpse of wishes from us seniors to you juniors on the special occasion of Theresian Day. Because once a Theresian, we always a Theresian. So, we wish you a very Happy Theresian Day.